ഇടുക്കി ചിന്നക്കനാലിലെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനായി RRT സംഘത്തെ വിപുലീകരിച്ചു. കാട്ടാനകളെ നിരീക്ഷിക്കാൻ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം. അരിക്കൊമ്പനെ കൊണ്ട് തീരുന്നതായിരുന്നില്ല ചിന്നക്കനാലിലെ കാട്ടാന ശല്യം. ചക്കക്കൊമ്പനും മുറിവാലനും കാട്ടാനക്കൂട്ടങ്ങളും ആക്രമണം തുടരുകയാണ്. ഇതോടെ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായി. തുടർന്നാണ് RRT സംഘത്തെ രൂപീകരിക്കാൻ അടിയന്തര നടപടി. 24 മണിക്കൂറും സേവനം ഉറപ്പാക്കുന്ന രീതിയിലാണ് RRTയുടെ പ്രവർത്തനം. കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയാൽ കൃത്യമായി മുന്നറിയിപ്പ് നൽകും. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PG സന്തോഷിനാണ് RRTയുടെ ചുമതല. കൂടാതെ 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 10 താൽക്കാലിക വാച്ചർമാരും സംഘത്തിലുണ്ടാകും. ഇവിടെ ഒരു 19 ആനകളാണ് ഈ ലാൻഡ്സ്കേപ്പിലുള്ളത്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ചക്കക്കൊമ്പൻ മുറിവാലൻ ഉൾപ്പെടെയുള്ള 19 ആനകൾ 3-4 ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. പരിമിതികളുണ്ട്. ഒരേ സമയത്ത് 4 ഗ്രൂപ്പ് 4 സ്ഥലങ്ങളിലായിരിക്കും. എങ്കിലും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ആനകൾ ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ്. സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നതല്ല. ഇവർ വർഷങ്ങളായിട്ട് മനുഷ്യരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. കാട്ടാന ആക്രമണത്തിൽ കൃഷി നഷ്ടപ്പെട്ട കർഷകനായ ചെമ്പകരാജൻ RRTക്ക് വേണ്ടി പടക്കങ്ങൾ കൈമാറി. കാട്ടാനകളെ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിന് ഡ്രോൺ അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കും. 24 ഇടുക്കി.